നമസ്കാരം സാറേ. ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ ഡിസൈനും വാർഡ്രോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും വളരെ ചെറിയ വീഡിയോ ആയിട്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് നമ്മുടെ കിച്ചൻ്റെ പാർട്ടിനകത്ത് ഇതെല്ലാം ഓരോന്ന് ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസ് ആണ്. അപ്പം ഈ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോർണർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്. ഈ കോർണർ യൂണിറ്റ് ഇങ്ങനെ രണ്ട് ഡോറ് ഒന്നിച്ച് തുറക്കാൻ പറ്റും. അപ്പം തുറന്നു കഴിഞ്ഞാൽ അകത്തിങ്ങനെ ഷെൽഫായിരിക്കും. നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രൊഫൈൽസ് ഉള്ളതൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോർണർ യൂണിറ്റാണ്. അപ്പം ഈ കോർണർ യൂണിറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്? നോർമൽ കോർണർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പേസ്, അതായത് നോർമൽ കോർണർ യൂണിറ്റ് എന്ന് പറയുമ്പം ഈ സ്പേസ് അടുത്ത യൂണിറ്റ് വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പം അത് വരാതിരിക്കാനാണ് ഈ എൽ കോർണർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ പാർട്ടിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകും. കാരണം ഇവിടെയാണ് ലോക്കുകൾ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾട്ട് വെച്ചാണ് തന്നെ ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ട് കട്ട്ലറി, 17 സെൻറ്റിമീറ്റർ ഷട്ടറിൻ്റെ ഹൈറ്റ് വരുന്ന രണ്ട് കട്ട്ലറിയും 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന താഴത്തെ ഇത് ഡ്രോയറും, ഇതെല്ലാം ടാൻഡം ബോക്സിൻ്റെ യൂണിറ്റാണ്. ഇത് 1000 mm വീതിയുണ്ട്. അപ്പം എല്ലാ കട്ട്ലറിയും അതേപോലെ ഫ്രൈങ് പാന്, കടായി, ഇതുമാതിരിയുള്ള എല്ലാം ഈ 35 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കട്ട്ലറീസും അതേപോലെ തന്നെ പാനുകളും എല്ലാം ഈ ഏരിയയിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റും. അതല്ലാതെ വലിപ്പമുള്ള യൂട്ടൻസിൽസ് അതുമാതിരി ഉള്ളത് ഈ ഡബിൾ ഡോർ കോർണർ യൂണിറ്റിനകത്തും സ്റ്റോർ ചെയ്യാം. യൂട്ടൻസിൽസ് അവിടെ സ്റ്റോർ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ടിന്ന് അതുമാതിരിയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നത് 2D പുള്ളൗട്ടാണ്. ഈ 2D പുള്ളൗട്ടിനകത്ത് മേളിൽ 1 ലിറ്ററിൻ്റെ കുപ്പി, താഴെ 1 ലിറ്ററിൻ്റെ കുപ്പി വയ്ക്കാം. അപ്പം ഓയിൽ അതുമാതിരി ഉള്ള എല്ലാ സാധനങ്ങളും അവിടെ വെക്കാൻ പറ്റും. 60 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനിയാണ് വെക്കുന്നത്. ഇവിടെ 60 അല്ലെങ്കിൽ 75 വെക്കാം. 90 വെക്കാൻ പറ്റത്തില്ല. 90 വെക്കുമ്പോൾ ഇതിൻ്റെ നേരെ താഴോട്ട് വരില്ല. അതായത് ഈ ഡ്രോയർ യൂണിറ്റിൻ്റെ നേരെ നടുക്കായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് 60 അല്ലെങ്കിൽ 75. പിന്നെ മേളിൽ സ്റ്റോറേജ് യൂണിറ്റ്, രണ്ട് ഡബിൾ ഡോറിന് ഒരു സ്റ്റോറേജും സിംഗിൾ ഡോറിന് ഒരു സ്റ്റോറേജും. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ പൈപ്പ് ഇങ്ങനെ പുറത്തോട്ട് പോകും. ഇതാണ് കിച്ചൻ്റെ വ്യൂ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്രണ്ടിലത്തെ ബെഡ്റൂമിനകത്ത് നമ്മൾ ഇതുപോലെ കയറി വരുന്നു. ഇവിടെയാണ് വാതിൽ ഇങ്ങോട്ടാണ് തുറക്കുന്നത്. ഇത് 3 ഡോർ. ഇവിടെ നമുക്കൊരു ഗ്ലാസും കൂടെ പേസ്റ്റ് ചെയ്യാം. ഏത് ഡോറിലോട്ട് വേണേലും നമ്മൾ ആ പ്രൊഡക്ഷൻ ടൈമിൽ പറയുവാണെങ്കിൽ ഇത് പേസ്റ്റ് ചെയ്ത് തരും. ഇങ്ങനെ നമുക്ക് ഒരു അകത്ത് വെർട്ടിക്കൽ പാർട്ടീഷൻസ് ഉള്ള ടൈപ്പ്. വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പാർട്ടീഷൻ ടൈപ്പ് പോട്ട് മേളിൽ ഇങ്ങനെ. പിന്നെ ഈ ഇത് ലോക്കർ, ഇത് ഡ്രോയർ. ഇങ്ങനെ രണ്ട് സാധനം കൂടെ ഈ ഫ്രണ്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് വരും. ഇവിടെ നമുക്ക് ഏത് ഡോറിൽ വേണമെങ്കിലും ഗ്ലാസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ബാക്ക് സൈഡ്, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ഡോറ്. ഇത് ബാത്റൂമിലോട്ട് പോകുന്ന ഈ പോക്കറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ 3 ഡോർ, അവിടെ കാണിച്ച അതേപോലെ തന്നെ 3 ഡോറ്, 150 സെൻറ്റിമീറ്റർ 3 ഡോറ്. ഇതിനകത്ത് ലോക്കറും ഡ്രോയറും ഉണ്ട്. പിന്നെ പൗഡർ ഏരിയയിൽ ഇരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ യൂണിറ്റ്, ഇത് നമുക്ക് ഫുള്ളായിട്ട് വലിപ്പത്തിൽ വയ്ക്കുക. ഇവിടെ സ്വിച്ച് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1000-ൻ്റെ ഒരു ഇതുപോലെ നമുക്ക് ഡോറിൽ തന്നെ ഇത് ഫിക്സ് ചെയ്താണ് വരുന്നത്, പേസ്റ്റ് ചെയ്താണ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള വാർഡ്രോബും ഇതേപോലെ ഡബിൾ ഡോറ്. അപ്പോൾ ഈ ഡബിൾ ഡോറിൻ്റെ ഈ ഗ്യാപ്പുകൾ മുഴുവനും, ഈ സൈഡിൽ വരുന്ന ഗ്യാപ്പുകൾ മുഴുവനും നമ്മൾ മൾട്ടിവുഡ് വെച്ച് ആ ഗ്യാപ്പുകൾ മുഴുവനും ക്ലോസ് ചെയ്യും. ഇതിപ്പോൾ 1000-ൻ്റെയാണ്. ഇവിടെ 1100 വരെ ഉള്ള ടൈപ്പ് ഉണ്ട്. നമുക്ക് 1125-ൻ്റെ ഒരു മെഷർമെൻ്റ് ഉള്ളത്. അതാകുമ്പോൾ ആ ഡബിൾ ഡോർ ഇതിനകത്ത് കുറച്ചും കൂടെ ഈ സ്പേസ് കാണിക്കാതെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കും. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന 1000 ആണ്. കാരണം
എൻ്റെ ഈ ഡിസൈനകത്ത് ഈ 1000 വരെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. 1100 112 സെൻറ്റിമീറ്ററിന് ഒരു സാധനമുണ്ട് സൈഡ് ബൈ സൈഡ് 2 ഡോർ 112ൻ്റെ 2 ഡോറിൻ്റെ വാർഡ്രോബ് ഉണ്ട്. അത് വരുമ്പം ഈ സ്ഥലം ഫുള്ളായിട്ട് ഒക്കുപ്പൈ ചെയ്ത് നിൽക്കും. കാരണം നമുക്ക് 105 സെൻറ്റിമീറ്ററാണ്. 105 സെൻറ്റിമീറ്റർ 1000ൻ്റെ യൂണിറ്റാണ്. സൈഡ് ബൈ സൈഡ് ഈ ഏരിയ മാക്സിമം കുറയ്ക്കുന്ന രീതിയിലുള്ള യൂണിറ്റ് ഉണ്ട്. അത് വരുമ്പം ഈ ഗ്യാപ്പ് നോമിനലായി മാറും. ഓക്കെ സാർ, താങ്ക് യു.